ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. എങ്ങോട്ടാ കയറി പോകുന്നേ? നാണില്ലല്ലോടി നാശമേ നിനക്ക്. 2 ദിവസം ഒരുത്തനോട് കറങ്ങി നടന്നിട്ട് യാതൊരു മടിയില്ലാതെ അവള് വരുന്ന കണ്ടില്ലേ? ആന്റി, ഞങ്ങൾ അത്യാവശ്യമായിട്ട് സ്കൂളിൽ ഒരു കാര്യത്തിന് പോയതാ. അത്യാവശ്യം സ്കൂളിലാണോ നിങ്ങൾക്കാണോന്ന് അറിഞ്ഞിട്ട് മതി ബാക്കി. എന്തൊരു ബഹളായത്! നാട്ടുകാരെ ഓടിക്കൂടുമല്ലോ. കൂടട്ടെ, ആരൊക്കെ വന്നാലും ശരി, ഈ വൃത്തികേട് ഈ വീട്ടിൽ വെച്ച് പൊറപ്പിക്കാൻ പറ്റില്ല. നിങ്ങളൊന്ന് സമാധാനിക്കുക. ആദ്യം ഇവർക്ക് പറയാനുള്ളത് പറയട്ടെ. പറ മോളെ, നിങ്ങൾ എവിടെയായിരുന്നു 2 ദിവസം? അത് മുത്തശ്ശി, ഞങ്ങള് സ്കൂളിന്റെ ഒരു ആവശ്യത്തിന് ദൂരെ ഒരു സ്ഥലത്ത് പോയതാ. അവിടുന്ന് തിരിച്ചു വരുന്ന വഴിക്ക് കാടിന്റെ അടുത്ത് എത്തിയപ്പോ വണ്ടി കേടായി. വിളിച്ചു പറയാൻ ഫോണും കിട്ടുന്നില്ലായിരുന്നു. അവിടുന്ന് ഒരു വിധത്തില് പോരാൻ തുടങ്ങിയപ്പോഴാ. മതിയടി നിന്റെ കള്ളക്കഥ. നിനക്ക് എങ്ങനെ പറ്റുന്ന ഇങ്ങനെ മുഖത്ത് നോക്കി കള്ളം പറയാൻ? ദുർഗ പറഞ്ഞതൊക്കെ സത്യമാ. കാട്ടിൽ പെട്ടുപോയതുകൊണ്ടാ ഞങ്ങൾക്ക് വരാൻ പറ്റാത്തത്. നിങ്ങള് കാട്ടി പെട്ടതാണോ അതോ നീ ഇവളെയും കൊണ്ട് മനഃപൂർവ്വം കാട്ടി പോയി ഒളിച്ചതാണോ? ഓ ഗിരിജേ, നാവിന് എല്ലില്ലാന്ന് കരുതി എന്ത് വിഡിത്തരം പറയരുത്. നാണമില്ലല്ലേ ഗിരിജ ഇങ്ങനെ ഓരോന്ന് പറയാൻ? ദുർഗ നിന്റെ മോളെ പോലെയല്ലേ? മോളെ പോലെയാണെന്നും പറഞ്ഞ് ഇത്തരം വൃത്തികേട്ടിനെ കൂട്ടി നിൽക്കണോ? അപ്പച്ചയും ചെറിയമ്മയും പറയുന്ന പോലെ ഒരു തെറ്റും ഞാൻ ചെയ്തിട്ടില്ല, ഒരിക്കലും ചെയ്യേയില്ല. മോളെ, ഞങ്ങൾക്ക് നിന്നെ വിശ്വാസമാ. പിന്നെ എന്തിനാ മോളെ നീ ഇവരോട് ഓരോന്ന് പറഞ്ഞ് അപേക്ഷിക്കുന്നത്? ഓ, അമ്മയും മോനും കൂടി അനാവശ്യമായി ഇവളെ സപ്പോർട്ട് ചെയ്യുന്നതിന് ഒരു ദിവസം ദുഃഖിക്കും. നോക്കിക്കും. ആയിക്കോട്ടെ, അതിന് നിങ്ങൾക്ക് ഒരു നഷ്ടവും ഇല്ലല്ലോ. ഓ, അത് അമ്മയുടെ കാര്യം. പക്ഷെ ഇത്രയും പ്രശ്നം ഉണ്ടാക്കിയിട്ട് ഇവന് ഇനി ഈ വീട്ടിൽ താമസിപ്പിക്കാൻ പറ്റില്ല. അതെ, ഇവൻ ഈ വീട്ടിൽ നിന്നാ പിന്നെ ഞാനും ഗിരിജയും ഞങ്ങളുടെ മക്കളും ഈ വീട് വിട്ടിറങ്ങും. എന്തിനാ നിങ്ങൾ ഇങ്ങനെ വാശി പിടിക്കുന്നത്? അതിന് മാത്രം ഇവിടെ ഒന്നും സംഭവിച്ചില്ലല്ലോ. താൻ ഇതിൽ ഇടപെടണ്ട. ഇവിടത്തെ കാര്യങ്ങൾ തീരുമാനിക്കാൻ പുറത്തുനിന്ന് ഒരാളുടെ ആവശ്യമില്ല. വെറുതെ വാശി പിടിക്കാത്ത വസുമതി. ഇത് വാശിയല്ല, എന്റെ തീരുമാനം. ഇവൻ ഇവിടെ താമസിക്കുവാണെങ്കിൽ ഞങ്ങള് വേറെ വാടക വീട് നോക്കിക്കോളാം. അതെ, ഇവരുടെ അവിഹിതത്തിന് കുട പിടിച്ച് ഇവിടെ നിൽക്കാൻ ഞങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ട്. ഗിരിജേ, നിർത്ത്. ഏയ്, എന്റെ പേരിലൊരു വഴക്ക് വേണ്ട. ഞാനിവിടുന്ന് പൊയ്ക്കോളാം. മിടുക്കൻ. എന്നാൽ എത്രയും പെട്ടെന്ന് പെട്ടിയും കിടക്കെടുത്ത് ഇറങ്ങിക്കും. ഞാൻ ഇറങ്ങാം, പക്ഷേ പുതിയൊരു വീട് കണ്ടുപിടിക്കുന്നത് വരെ ഒരു സാവകാശം എനിക്ക് തരണം. പറ്റില്ല. വസുമതി, ഇതെന്റെ വീടാ. ഇവിടെ തീരുമാനങ്ങൾ ഞാൻ എടുത്തോളാം. ഓ, നിങ്ങൾ പറഞ്ഞ പോലെ കിരൺ വീട് മാറാന്ന് സമ്മതിച്ചല്ലോ. പിന്നെന്താ? പുതിയ വീട് കണ്ടുപിടിക്കുന്നത് വരെ കിരൺ ഇവിടെ തന്നെ താമസിക്കും. ഞാനാ പറയുന്നേ.